54ാമത് UAE ദേശീയ ദിനാഘോഷങ്ങൾ വളരെ സമുചിതമായിട്ട് നടക്കാൻ പോവാണ്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ എമിറേറ്റുകളിൽ എല്ലായിടത്തും നടക്കുന്നുണ്ട്. പ്രൊസഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കാൻ പോവാണ്. അപ്പോൾ ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പാലിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പിഴയും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ തേടിയെത്തും. UAE ആഭ്യന്തര മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് തികച്ചും ലോക്കലിൽ പറയാം. അനധികൃതമായി കൂട്ടം ചേരുക, ഗതാഗത തടസ്സം ഉണ്ടാക്കുകയോ പൊതു റോഡുകൾ തടയുകയോ ചെയ്യുക, സ്റ്റണ്ട് ഡ്രൈവിംഗ് നടത്തുക, സൺറൂഫുകളിലൊക്കെ ചാഞ്ഞു നിൽക്കുക, ഡോറുകളിലൂടെ ചാഞ്ഞു നിൽക്കുക, വാഹനങ്ങൾക്ക് അനധികൃതമായി രൂപമാറ്റം വരുത്തുക, വലിയ രീതിയിലുള്ള ശബ്ദമുണ്ടാക്കുക, ദേശീയ ദിനാഘോഷവുമായി ബന്ധമില്ലാത്ത സ്കാർഫുകൾ ധരിക്കുക, UAE പതാകയല്ലാതെ മറ്റേതെങ്കിലും പതാക ഉയർത്തുക, വാഹനങ്ങളിൽ സ്പ്രേ പെയിന്റ് ഉപയോഗിക്കുക, ദേശീയ ദിനാഘോഷവുമായി ബന്ധമില്ലാത്ത പാട്ടുകളൊക്കെ ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ ദിനം ആഘോഷിക്കാൻ എല്ലാവർക്കും അവസരമുണ്ട്. പക്ഷേ അത് UAE നിയമങ്ങൾക്കനുസൃതമായിട്ടായിരിക്കണം ആഘോഷിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് UAEയുടെ ആഭ്യന്തര മന്ത്രാലയം. ദേശീയ ദിന അവധികളടക്കം UAEയിലെ സ്കൂളുകൾക്ക് അവധികളുടെ വലിയൊരു സമയമാണ് വരാൻ പോകുന്നത്. ദേശീയ ദിനത്തോടനുബന്ധിച്ച അവധി അവർക്കും ലഭിക്കുന്നുണ്ട്. ഡിസംബർ 1, 2 വാരാന്ത്യ അവധികളോടൊക്കെ ചേരുമ്പോൾ നല്ലൊരു അവധി ദിനം കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. ഡിസംബർ 3 വീണ്ടും സ്കൂളുകൾ റീഓപ്പൺ ആവും. പിന്നീട് വീണ്ടും 8-ാം തീയതി അടയ്ക്കുകയാണ് സ്കൂള്. അത് ഒരു മാസത്തെ വിൻ്റർ ബ്രേക്കിന് വേണ്ടിയിട്ട്. പിന്നെ അത് നീണ്ടു നിൽക്കുക എന്ന് പറയുന്നത് 2026 ജനുവരി 4 വരെ നീണ്ടു നിൽക്കും. ഏകദേശം ഒരു മാസക്കാലത്തോളം നീണ്ട അവധി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുട്ടികൾക്ക് വിൻ്റർ ബ്രേക്ക് ഡിസംബർ 8 ആരംഭിക്കുമെങ്കിലും ടീച്ചിങ് സ്റ്റാഫിനും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനും അത് ഡിസംബർ 15 സ്റ്റാർട്ട് ചെയ്തുള്ളൂ. എന്തായാലും നീണ്ട അവധിക്കാലത്തിനാണ് UAEയിലെ സ്കൂളുകളും കുട്ടികളും ഒക്കെ തയ്യാറെടുക്കുന്നത്. എല്ലാവർക്കും അവധിക്കാല ആശംസകൾ നേരത്തെ തന്നെ അറിയിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ QR കോഡുകൾ സ്കാൻ ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും റിസ്ക് ആണ് എന്നുള്ളൊരു കാര്യം പോലീസ് സംവിധാനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ സൗജന്യങ്ങൾ ലഭിക്കുമെന്ന വാഗ്ദാനത്തോടെ ഒരു പരസ്യം അവിടെ പ്രദർശിപ്പിച്ച ഒരു QR കോഡ് വെച്ചാൽ എത്ര പേരാണ് അത് സ്കാൻ ചെയ്ത് കയറുക എന്ന് പരീക്ഷിക്കാൻ ഷാർജ പോലീസ് കഴിഞ്ഞ ദിവസം ഒരു സംവിധാനം ചെയ്തു വെച്ചു. സൗജന്യ വൈഫൈ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു QR കോഡിൻ്റെ ചിത്രം കൂടി അവർ പലയിടത്തും പോസ്റ്റ് ചെയ്തു. അത് സ്കാൻ ചെയ്ത് എത്ര പേര് കയറും എന്നറിയാനായിരുന്നു അവരൊരു ശ്രമം നടത്തിയത്. ഒരുപാട് ആളുകൾ സൗജന്യ വൈഫൈ കിട്ടും എന്ന പ്രതീക്ഷയോടെ QR കോഡ് സ്കാൻ ചെയ്ത് കയറുകയുണ്ടായി. പക്ഷേ ഇവർക്കെല്ലാം കിട്ടിയത് സൗജന്യ വൈഫൈ അല്ല, പകരം പോലീസിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. അനധികൃതമായ അല്ലെങ്കിൽ എവിടെയെങ്കിലും പൊതുസ്ഥലങ്ങളിലൊക്കെ കാണുന്ന ഇത്തരത്തിലുള്ള QR കോഡ് സ്കാൻ ചെയ്ത് കയറുന്നത് നിങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്, നിങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ വിലപ്പെട്ട ഇൻഫർമേഷൻസ് മറ്റൊരാൾക്ക് സ്വന്തമാക്കാൻ ഒരുപക്ഷെ വഴിവെക്കുന്ന സംവിധാനമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ജാഗ്രത പാലിക്കൂ എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഷാർജ പോലീസ് ഇങ്ങനെ QR കോഡ് സ്കാൻ ചെയ്ത് കയറിയ എല്ലാവർക്കും നൽകിയത്. സുരക്ഷ അത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണെന്ന് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. UAEയിൽ അനാഥരാകുന്ന കുഞ്ഞുങ്ങളുടെ സംരക്ഷണം വേണമെങ്കിൽ ഇനി പ്രവാസികൾക്കും ഏറ്റെടുക്കാം. ആ രീതിയിൽ UAEയിലെ നിയമങ്ങളിൽ ചില ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. 2022 നിയമപ്രകാരം എമിറാത്തുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന സൗകര്യമാണ് ഉപാധികളോടെ വ്യവസ്ഥകളോടെ അത് പ്രവാസികൾക്കും അത്തരം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഏറ്റെടുക്കാം എന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. കർശനമായ വ്യവസ്ഥകളുടെയും മേൽനോട്ടങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ പ്രവാസികൾക്ക് കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ കഴിയുക എന്നും ഇതുമായി ബന്ധപ്പെട്ട നിയമമാറ്റം ഓർമ്മപ്പെടുത്തുന്നുണ്ട്.